ട്രഡീഷൻസിനെ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ നമുക്ക് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്റ്റാൻഡേർഡിലേക്ക് നാം ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ പെന്റക്കോസ്റ്റലിസത്തെ നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? വചനം ദൈവജനത്തെ പഠിപ്പിക്കുകയും ഏത് കാര്യമാണ് മുൻഗണന ഉള്ളത്, ഏത് കാര്യമാണ് ദൈവരാജ്യത്തിൽ പ്രാധാന്യമുള്ളതെന്ന് പഠിപ്പിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ അവർ ആ കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ നോക്കുന്ന ഒരു കംഫർട്ട് ലെവലാണ്. ഈ ദൈവസാന്നിധ്യത്തെക്കാൾ കൂടുതൽ നമ്മൾ സീസൺഡ് ആയേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സീസൺഡ് ആയേക്കുന്ന എൻവയൺമെന്റ്സ് ആകാം, നമ്മൾ കേട്ടിരിക്കുന്ന പഠിപ്പിക്കലുകളാകാം. അപ്പം ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. അത് എല്ലാവർക്കും ഓരോ പങ്ക് നിർവഹിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ സംഭവിക്കുന്നതിന് ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംഭവിക്കുന്ന ആൾക്കാർ കുറ്റം പറയുക. വിശ്വാസികൾ പറയുന്നത് പാസ്റ്റർ കുഴപ്പമാണ്, പാസ്റ്റർ പറയുന്നത് വിശ്വാസികളുടെ കുഴപ്പമാണ്, എല്ലാവരും പറയുന്നത് നേതാക്കന്മാരുടെ കുഴപ്പമാണ്. എല്ലാവർക്കും ഓരോ റോൾ ചെയ്യാൻ പറ്റും. ഓരോ ചെറിയ വിശ്വാസിക്കും, ഓരോ പാസ്റ്റർക്കും, ഓരോ നേതാവിനും ഒരു റോളിനകത്ത് വഹിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴേ അതിനകത്തുണ്ടായൊരു സംഭാഷണമാണ്. നമ്മൾ ഈ ട്രഡീഷൻസിന് നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിത്വം അല്ലെങ്കിൽ പെന്റക്കോസ്റ്റലിസം ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും പരമ്പരാഗതമായിട്ട് വന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോൾ ഈ പല ട്രഡീഷൻസും പരമ്പരാഗതമായി വന്ന പല കാര്യങ്ങളും നമുക്ക് കൾച്ചറലി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൾച്ചറലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? നമുക്ക് ട്രഡീഷൻസിനെ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ നമുക്ക് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്റ്റാൻഡേർഡിലേക്ക് നാം ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ പെന്റക്കോസ്റ്റലിസത്തെ നമുക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആചരിക്കാറുള്ള അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാറുള്ള കുറച്ച് കസ്റ്റംസ്, ഒഴിവാക്കാറുള്ള ചില കാര്യങ്ങളല്ലേ, അങ്ങനെയുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാനൊരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഈ മീനിങ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ട്രഡീഷൻസ്, കാര്യം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല അല്ലെങ്കിൽ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത, ആത്മീക പ്രാധാന്യം ഇല്ലാത്ത കസ്റ്റംസ് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷേ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പോൾ ഒരു പ്രാദേശിക സഭയിൽ അവർ ആ സഭ തുടങ്ങിയ കാലം തൊട്ട് കുറേ കസ്റ്റംസ് ഉണ്ട്. ഒരു ഞായറാഴ്ച ദൈവദാസം പ്രഖ്യാപിക്കുകയാണ് അടുത്ത ഞായറാഴ്ച തൊട്ട് ഈ സമ്പ്രദായങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എല്ലാ കാര്യത്തെയും പോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറ്റ് പ്രായോഗികമായ കാര്യങ്ങളെല്ലാം പോലെ തന്നെ വചനം ദൈവജനത്തെ പഠിപ്പിക്കുകയും ഏത് കാര്യമാണ് മുൻഗണന ഉള്ളത്, ഏത് കാര്യമാണ് ദൈവരാജ്യത്തിൽ പ്രാധാന്യമുള്ളതെന്ന് പഠിപ്പിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ അവർ ആ കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീരും. ഇല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഇന്ന കാര്യങ്ങൾ നമ്മൾ നിർത്താൻ പോവുകയാണ്, ഇന്ന കാര്യങ്ങൾ അനുവദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാകും, ആളുകൾക്കിടയ്ക്ക് ഇടർച്ച ഉണ്ടാകും, പലർക്കും പലരുടെയും വിശ്വാസം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ബന്ധിച്ചായിരിക്കുന്നത്. ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പലരുടെയും വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പല സങ്കല്പങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കും നമ്മുടെ വിശ്വാസം പോയി, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് ഇനി 2-3 വർഷം എടുത്ത് പഠിപ്പിച്ചാലും അപ്പോഴും ചിലർ കാണും അങ്ങനെ പറയുന്നവർ. അതായത് 2-3 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പാസ്റ്റ് പറഞ്ഞ് ഞങ്ങളെ മാറ്റി എന്ന് പറയുന്നവർ അപ്പോഴും കാണും. പക്ഷെ കുറച്ച് പേരെങ്കിലും കൺവിൻസ്ഡ് ആകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആരാധനാക്രമങ്ങൾ നമുക്ക് ഒരു അച്ചടിച്ച ആരാധനാക്രമങ്ങളൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഒരു സോ കോൾഡ് ന്യൂജൻ ചർച്ചിലേക്ക് പോയി. അപ്പം അവിടെ സങ്കീർത്തന വായന, പിന്നെ 2 പേര് പ്രാർത്ഥിക്കുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അവസാനം പറഞ്ഞിങ്ങനെയാണ്, ഭയങ്കര സർവീസൊക്കെ ആയിരുന്നു, അടിപൊളി വർഷിപ്പൊക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ ആരാധന കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരു ഫീൽ ഇല്ലായിരുന്നു അവർക്ക്. അതായത് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ, ഇപ്പൊ അച്ഛൻ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. പാറ്റേണിനെ പെട്ടെന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ നോക്കുന്ന ഒരു കംഫർട്ട് ലെവലാണ്. ഈ ദൈവസാന്നിധ്യത്തെക്കാൾ കൂടുതൽ നമ്മൾ സീസൺഡ് ആയേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സീസൺഡ് ആയേക്കുന്ന എൻവയൺമെന്റ്സ് ആകാം, നമ്മൾ കേട്ടിരിക്കുന്ന പഠിപ്പിക്കലുകളാകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ തന്നെ ഈ ഒരു മിസ്കോട്ടഡ് ബൈബിൾ വേഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ബൈബിളിലെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ട്രഡീഷൻ പോലെ തന്നെയാണ് ടീച്ചിങ്സും.
അതല്ലെങ്കിൽ പണ്ട് അപ്പച്ചന്മാർ കുറ്റം പറയല്ല, അപ്പച്ചന്മാർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇങ്ങനെ കിടക്കുകയാണ്. അതിനെ നമുക്ക് അപ്രൂട്ട് ചെയ്തിട്ട് പുതിയ സാധനം ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ ഒരു ആരാധനാക്രമങ്ങൾ നമ്മളെപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ, മുമ്പേ പറഞ്ഞത് ശരിയാണ്, വചനം പഠിക്കുമ്പോൾ പല കാര്യങ്ങളും മാറും. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു കംഫർട്ട് ലെവലിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഇടാൻ പറ്റും? ഇങ്ങനെയല്ല, ഇതും കൂടെയാണ്, ദൈവപ്രവൃത്തിയാണ് എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് സംസാരിച്ച് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും? ഇതിലെ എനിക്കൊന്ന് ചൈനീസ് പ്രോവർബാന്ന് തോന്നുന്നു, ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ ഒരു വില്ലേജ് മുഴുവൻ വേണ്ടി വരും എന്ന് പറഞ്ഞൊരു പ്രോവർബ് ഉണ്ടല്ലോ, ടു റൈസ് എ ചൈൽഡ് ഇറ്റ് നീഡ്സ് എ വില്ലേജ് എന്തോ മറ്റോ ഒരു പ്രോവർബ് എന്ന് പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു ദേവദാസം വിചാരിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും, ഒരു പരിധി വരെ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ തന്നെ വിശ്വാസികളും കുറേ പേര് മനസ്സ് വയ്ക്കേണ്ടതായിട്ടുണ്ട്. മുകളിലുള്ള നേതൃത്വത്തിൻ്റെ ഒരു അനുവാദം അതിന് കിട്ടേണ്ടതായിട്ടുണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത്. കാര്യം ഇതിൻ്റെ എല്ലാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ശുശ്രൂഷകൻ്റെ ഭാഗത്തും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ മുമ്പേ സംസാരിച്ചത്. ആക്ച്വലി അദ്ദേഹത്തിന് കാര്യങ്ങൾ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വരും. പിന്നെ ഒരു ഓർഡർ ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പം എന്തെങ്കിലും ഒരു ക്രമം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ക്രമത്തിൽ പോവുക, അല്ല മറ്റൊരു നടത്തിപ്പിലാണ്, ഒരു ആത്മാവിൻ്റെ നടത്തിപ്പിലാണ് നമുക്ക് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ ഇങ്ങനെ ഒരു ക്രമമില്ലെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ക്രമമുണ്ട്. അതായത് 1 മണിക്കൂർ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ആ പാട്ട് മുഴുവൻ നിന്ന് പാടിക്കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം അതിനിടയ്ക്കൂടെ ശുശ്രൂഷകൻ മുമ്പോട്ട് കടന്നു വരിക, എന്നിട്ട് പിന്നെ പുള്ളി ആ പാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് ഏറ്റെടുത്ത് പുള്ളി അവസാനത്തെ പാട്ട് പാടുക. അപ്പോൾ അവിടെ ഒരു ക്രമമുണ്ട്. ഈ ക്രമം അല്ലെന്നെങ്കിൽ മറ്റൊരു ക്രമമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രമം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പം ഞാൻ ഇൻഡിപെൻഡൻറ്റ് ചർച്ചകളിൽ, ന്യൂ ജനറേഷൻ ചർച്ചകൾ കണ്ടുള്ള കാര്യം, അവിടെ പാസ്റ്റർ ആയിരിക്കത്തില്ല പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്, ചിലപ്പോൾ കൊയർ ലീഡർ ആയിരിക്കും പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്. ഇപ്പം നമ്മുടെ ചർച്ചിൽ പാസ്റ്റർ തന്നെയാണ് പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്, അന്നേരം വേറെ ആരും അധികം ആൾക്കാരും കാണത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാസ്റ്റർ പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും എന്തെങ്കിലും ഒരു ക്രമമുണ്ട്. ഒരു ക്രമം ഉണ്ടായിരിക്കുന്നത് നല്ലതുമാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ ദൈവവചനം സംസാരിക്കാൻ അല്പസമയം അധികം വേണം, അല്ലെങ്കിൽ ചിലർ രോഗികളായിട്ട് വന്നിട്ടുണ്ട്, അവർക്ക് അടിയന്തരമായ പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ ചിലർ പുതുതായിട്ട് വന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കണ്ടാൽ അതിനനുസരിച്ച് ആ ഓർഡർ മാറ്റാനുള്ള ഒരു സ്വാതന്ത്ര്യം സഭാ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. അത് അനുവദിക്കേണ്ടതാണെന്നുള്ളൊരു ചിന്ത വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. ഇനി അതിൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് മേളിലോട്ട് ചെന്നാൽ അത് അതിൻ്റെ ശുശ്രൂഷയുടെ അതിനകത്ത് പെട്ടതാണെന്ന് മേളിലിരിക്കുന്നവർ ഒരു അനുവാദം. അപ്പം അങ്ങനെ കണക്റ്റഡാണ്. അപ്പോൾ ഒരു ക്രമം ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. എന്നാൽ ആ ക്രമം ആവശ്യാനുസരണം. ഇപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ ശബത്ത് മനുഷ്യന് വേണ്ടിയല്ല, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് പറഞ്ഞതുപോലെ 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം വിശ്രമം വേണ്ടത് മനുഷ്യൻ്റെ ആവശ്യമാണ്. അപ്പം ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഉള്ള ക്രമം, അതിനപ്പുറത്ത് അതൊരു സമ്പ്രദായമായിട്ട് പോകുമ്പോൾ ഒരു നിർജ്ജീവമായിട്ട്. ഇപ്പം തന്നെ ഞാൻ പ്രസംഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യം, അതായത് ഇന്ന് പ്രസംഗം വന്നിട്ട് ഒരു കലാരൂപം പോലെയായി. അതായത് അദ്ദേഹത്തിന് പ്രസംഗിക്കാനായിട്ട് സമയം കൊടുക്കുന്നു. ഇപ്പോൾ ചർച്ചിലെ പ്രസംഗം അല്ലെങ്കിൽ കൺവെൻഷനിലെ പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ അദ്ദേഹം ഒരു പ്രസംഗം അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പ്രസംഗകൻ്റെ വാക്ചാതുര്യവും മിടുക്കും അനുസരിച്ച് ആളുകളൊരു ശബ്ദം കൊണ്ട് പ്രതികരിക്കുന്നു, കൈയടിച്ച് പ്രതികരിക്കുന്നു, ഒരന്തരീക്ഷം അവിടെ ഉണ്ടാകും. അതിനുശേഷം ആളുകൾ പിരിഞ്ഞു പോകും. അതിനപ്പുറത്ത് ആ പ്രസംഗിച്ചത് എന്താണെന്നുള്ളതോ അല്ലെ ആ പ്രസംഗിച്ചതിനകത്ത് അവരുടെ ജീവിതത്തിൽ അങ്ങനൊരു കാര്യത്തിലേക്ക് അത് കടക്കുന്നില്ല. ഇത് അവർ വീട്ടിൽ പോയി അവരുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു ക്രമത്തിന് അത് വഴിപാട് കഴിച്ചെന്ന് പറഞ്ഞതുപോലെ വഴിപാട് പോലെ ഈ സംഭവങ്ങളെല്ലാം നടന്നു പോകുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പം ഒരു പുനർവിചിന്തന ആവശ്യമാണ്. അത് എല്ലാവർക്കും ഓരോ പങ്ക് നിർവഹിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ സംഭവിക്കുന്നതിന് ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംഭവിക്കുന്ന ആൾക്കാർ കുറ്റം പറയുക. വിശ്വാസികൾ പറയുന്നത് പാസ്റ്റർ കുഴപ്പമാണ്, പാസ്റ്റർ പറയുന്നത് വിശ്വാസികളുടെ കുഴപ്പമാണ്, എല്ലാവരും പറയുന്നത് നേതാക്കന്മാരുടെ കുഴപ്പമാണ്. എല്ലാവർക്കും ഓരോ റോൾ ചെയ്യാൻ പറ്റും. ഓരോ ചെറിയ വിശ്വാസിക്കും, ഓരോ പാസ്റ്റർക്കും, ഓരോ നേതാവിനും ഒരു റോളിനകത്ത് വഹിക്കാനുണ്ട്. അവരവരുടെ റോൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ദൈവം ബാക്കിയുള്ള ഹൃദയം തുറക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇത് ഒരു നിർജ്ജീവമായ സമൂഹമായിട്ട് പോകുമെന്നുള്ളത് ചിന്തിക്കുന്നത്. ഇപ്പം എന്താ പറയുക, മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നമ്മൾ പറയുന്നു, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനെ കുറിച്ച് പറയുന്നു. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടും കത്തോലിക്ക സഭ ഇന്ന് നിൽക്കുവാണേ. അപ്പം എന്തൊക്കെ നവീകരണം ഉണ്ടായി, ആർക്കെങ്കിലുമൊക്കെ നവീകരണം ഉണ്ടായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് പറഞ്ഞാലും
പഴയ സമ്പ്രദായങ്ങൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും പൂർണ്ണമായിട്ട് മാറത്തില്ല. അപ്പം മാറണമെന്നുണ്ടെങ്കിൽ പ്രാദേശിക തലത്തിൽ കുറേയൊക്കെ മാറാനായിട്ട് പറ്റും. മാറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാലത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു നിർജ്ജീവമായ മറ്റൊരു സമൂഹമായിട്ട് ഇത് തുടരും. അത് തന്നെ അത് തന്നെ അത് തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു വലിയൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ടു സം എക്സ്റ്റെൻറ്റ് വൺ ഓർ ദി അതർ വേ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങണം ഇതിനെപ്പറ്റി. നമ്മൾ ശരിയാണ്, വിശുദ്ധിയും വേർപാടും എന്നുള്ളത് ഒരു ട്രഡീഷൻ അല്ല, അതൊരു ഡോക്ട്രിനാണ്. വിശുദ്ധിയുടെ വേർപാടിൻ്റെ മാനദണ്ഡങ്ങൾ മാറ്റാതെ, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീസിനെ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് പുതിയ ആൾക്കാർ ഇൻ ദ സെൻസ് വേറൊന്നുമല്ല, നമുക്ക് പുതിയ ജനറേഷൻ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പം നമ്മൾ പ്രാർത്ഥന വേണം, എല്ലാം വേണം, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമുക്കൊരിക്കലും കുഞ്ഞുങ്ങളെ നേടാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് നമുക്കെപ്പോഴും കുറ്റം പറയാം, ഈ ട്രഡീഷണൽ ചർച്ചസ് ന്യൂജൻ ചർച്ചുകളെ കുറ്റം പറയുന്നുണ്ട് എപ്പോഴും. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ആൾക്കാരെ നേടാൻ പറ്റുന്നത് എന്നുള്ളതെ പറ്റി നമ്മൾ ചിന്തിക്കുക കൂടാ. മോസ്റ്റ് ഓഫ് ദി ചർച്ചസ്, ഇപ്പം പ്രോമിനൻറ്റ് ചർച്ചസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, മോസ്റ്റ് ഓഫ് ദി ചർച്ചസും അവർ വിശുദ്ധിയും വേർപാടും അവർ സാക്രിഫൈസ് ചെയ്യുന്നില്ല. അതിനൊക്കെ അപ്പുറമായിട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, നമ്മൾ യങ് മൈൻഡ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ശരിയാണ് മുമ്പേ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു പെന്തക്കോസ്റ്റലിസം എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തിനകത്ത് ആളുകളിൽ മറയപ്പെട്ടു പോകുന്ന ഒരു ഡിഫോർമേറ്റീവ് മൂവ്മെൻ്റായിട്ട് ചിലപ്പോൾ മാറിപ്പോകാം. അത് ഭയങ്കര ഒരു നാണംകേട് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യേണ്ട കാര്യം വിശുദ്ധി വേർപാട്. അതിനകത്തൊരു സാക്രിഫൈസസും ഇല്ല, അതിനകത്തൊരു കോംപ്രമൈസസും ഇല്ല. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു എന്താ പറയുക, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉളവാകുന്ന ഒന്നാണ് വിശുദ്ധി എന്ന് പറയുന്നൊരു കാര്യം. അതൊരു സഭയുടെ സമ്പ്രദായമായിട്ടല്ല. ഇപ്പം ഞാൻ പറയാറുള്ളൊരു കാര്യം, അതായത് ഇപ്പം നമ്മുടെ ചെറിയ കുട്ടികളെ, അപ്പോൾ അവർക്ക് ഡിസിപ്ലിനും ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ ഒരു സെൽഫ് റൈറ്റസ്നെസ് ഉളവാക്കുന്ന നിലയിലാണ് പലപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളോട് ചർച്ചിൽ ബിഹേവ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അവർ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു പെന്തക്കോസ്താണ്, അവരെ കണ്ടാലൊരു പെന്തക്കോസ്താണ് എല്ലാ നിലയിലും. അപ്പം പിന്നെ ആക്ച്വലി അവരെ സംബന്ധിച്ചോളം സ്നാനപ്പെടുമ്പോൾ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ട് തോന്നുന്നില്ല. അവർ ഈ നമ്മൾ എക്സ്റ്റേണലി ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്യുമ്പോൾ, ഇപ്പോൾ കൊച്ചു പെൺകുട്ടികളാണെങ്കിൽ അല്ലെ ആൺകുട്ടികളാണെങ്കിൽ അവരോട് പറയും ഞായറാഴ്ച ജീൻസ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ സ്കാർഫ് ഇട്ടുകൊണ്ടേ ഇരിക്കാവൂ, അല്ലെങ്കിൽ കൈയടിച്ചിരിക്കണം, മുട്ട കുത്തിയിരിക്കണം. ഇതെല്ലാം പറയുമ്പോഴും അവർ വീണ്ടും ജനിക്കുന്നത് വരെ അവർ നഷ്ടപ്പെട്ടവരാണ്, അവർക്ക് ഒരു പാപമോചകനെ ആവശ്യമാണെന്നൊരു ചിന്ത അവരിലേക്ക് കൊടുക്കുന്നില്ല. മറിച്ച് ഇതെല്ലാം ഇവർ ചെയ്യുന്നത് കൊണ്ട് ഇവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ധാരണയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ആ ഒരു സമ്പ്രദായത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ അവർ പേരൻസ് ചെയ്യുന്നത് കണ്ട് ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ അനുകരിക്കും. പക്ഷേ അപ്പോൾ അതിനപ്പുറത്ത് അവർക്ക് ഈ എംബസിസ്, അതാ ഞാൻ പറഞ്ഞത്, എംബസിസ് എല്ലാ നിലകളിലും മാറിപ്പോയി. എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ളതിൻ്റെ എംബസിസ് മാറിപ്പോകുമ്പോൾ ആളുകൾ തെറ്റായിട്ടാണ് വിശുദ്ധിയെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞൊരു ഉപമയ്ക്കകത്ത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അപ്പനോട് അമ്മയോടെങ്കിലും അവർക്ക് ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ബഹുമാനിക്കുന്നതിന് പകരം വഴിപാട് മതി എന്നുള്ള നിലയിൽ, ആ നിലയിലേക്ക് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച ദിവസം വെള്ളവസ്ത്രം ഇടുന്നുണ്ടല്ലേ, ഞങ്ങൾ ആഭരണം ഇടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധിയായി എന്ന നിലയിലാണ്. ശരിക്കും വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന് അനുരൂപപ്പെടാതിരിക്കുക, ലോകത്തിൻ്റെ മനസ്സ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൻ്റെ മനസ്സാണ് ഇപ്പോൾ സന്തോഷത്തിനും വിജയത്തിൻ്റെയും നന്മയുടെ എല്ലാം കാരണമായിട്ട് ലൗകികരെ പോലെ ചിന്തിക്കുമ്പോൾ അത് ലൗകികമായ മനസ്സാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. വിശുദ്ധി എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ലോകത്തിന് ഇല്ലാത്തൊരു കാഴ്ചപ്പാട്, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കാഴ്ചപ്പാട് ജീവിതത്തേക്ക് ഉണ്ടായിരിക്കുന്നത്, സഹജീവികളെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത്, കൂട്ടുവിശ്വാസികളെക്കുറിച്ച്, നഷ്ടപ്പെട്ടവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നതാണ് ശരിയായിട്ടുള്ള വേർപാടും വിശുദ്ധി എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആക്ച്വലി ഇപ്പം എന്താ പറയുക, വേർപാടെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടെന്ന് പറയേണ്ടി വരും. വേർപാടുണ്ട്, പക്ഷെ അത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്, സഹജീവികളിൽ നിന്നുള്ള വേർപാടാണ്. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, ന്യൂ ജനറേഷൻ ചർച്ചിലെ ഒരു കാര്യം, അവർ വെൽക്കമിങ് ആണ്, അവർ എല്ലാ നിലയിലും വെൽക്കമിങ് ആണ്. ഒന്ന് ആഭരണദാനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കളർ ഡ്രസ് ഇട്ടുകൊണ്ടാണെങ്കിലും അവരുടെ ചർച്ചയിൽ വരാം. പിന്നെ ടെൻറ്റുകളായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് ഇരുന്നിട്ട് പോകാം. പക്ഷേ നമ്മുടെ ബിൽഡിങ്ങുകൾ മതിൽ കെട്ടി അതിനകത്ത് ഹോളിനകത്ത് കതകടച്ച്
കുറേ പേര് അതെല്ലാവരും ഒരുപോലെ വെള്ളമിട്ട് അവരെ വിടാതെ ഇങ്ങനെ ഇരിക്കുന്നൊരു കൂട്ടത്തിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇരുന്ന് അവിടെ എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ അസ്വസ്ഥരായിട്ടായിരിക്കും അവരവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് കയറി വരാനായിട്ട് പറ്റത്തില്ല. ഇനി അഥവാ അങ്ങനെ ഒരാൾ കയറി വന്നാൽ എങ്ങനെയെങ്കിലും ഈ ഈ ഈ ഈ പ്രഷറിനെ എല്ലാം സഹിച്ച ഒരാൾ അവിടെ വന്ന് ഇരുന്ന് കൊടുത്താൽ തന്നെ പലരും പരിജ്ഞാനമില്ലാതെ സാക്ഷ്യത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ അന്ന് തന്നെ അവരെ ആവരണം മാറ്റി വെള്ളയിടിയിച്ച് സ്നാനപ്പെടുത്താനായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കും. അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സമയത്ത് പരസ്പരം അവർ വന്ദനം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആരും കൈ കൊടുക്കാൻ സാധ്യതയില്ല, കണ്ടിട്ടുള്ളത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയൊരാളിനെ ഉൾക്കൊള്ളാൻ കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നാളുകളായി ആരെങ്കിലും വന്നിട്ട്, മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലോയിങ് ആണ്. അപ്പം ഈ വിശുദ്ധിയുടെയും വേർപാടിൻ്റെ അതിരുകൾ നിൽക്കാതെ തന്നെ പെന്തക്കോസ്ത് സഭകൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊരു പതിറ്റാണ്ട് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഇന്നതൊക്കെ ചെയ്താൽ വർക്കാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അതുകൊണ്ടാണ് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ളൊരു കുഞ്ഞുങ്ങളെ ഇത് പല കാര്യങ്ങളും അനീതിയാണെന്ന് മനസ്സിലാക്കിയിട്ടും മാതാപിതാക്കളെ ഓർത്തും പല കാരണങ്ങൾ ഓർത്തും അവിടെ തുടർന്നു. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് പറയുന്നത് നിങ്ങൾ ഈ ചർച്ചിൽ പോക്കോ, ഞങ്ങൾ വേറെ ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അവരൊരു സംഘർഷത്തിനുമില്ല, അപ്പോൾ തന്നെ അവർ ഒത്തുപോകാനുമില്ല. അപ്പോൾ അത് ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഫ്ലോ ഓഫ് ജനറേഷൻ ചർച്ചിന് പുറത്തേക്ക് ഉണ്ടായിട്ടും ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ സഭാ നേതൃത്വത്തിനോ അതൊരു ഭാരമായിട്ടേ തോന്നുന്നില്ല. ദീപസ്തംഭം മഹാചരി ഞങ്ങൾക്ക് കിട്ടണ പണം എന്നുള്ളതുപോലെ, അല്ലെ എന്താ പുര വെട്ടുമ്പോൾ കഴുക്കോലൂരെന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളിലെ ഏതോ എനിക്ക് തോന്നുന്നു ഹിസ്കിയാവല്ലേ പറഞ്ഞത്, എൻ്റെ ജീവകാലത്ത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ മരിക്കുന്നിടം വരെ ഈ സഭയിലായിരിക്കാം, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ എവിടെയാണെന്ന് എനിക്ക് വിഷയമില്ലെന്ന നിലയിലേക്ക് ഒരു വല്ലാത്തൊരു പാസീവ്നെസ്, നമുക്കത് ഭയവും ദുഃഖവും ഒക്കെ തോന്നുന്നുണ്ട് ആ പാസീവ്നെസ് കണ്ടിട്ട്. ഇപ്പോൾ സൈറ്റാനിക് വർഷിപ്പ് പ്രജിൻ്റെ സംഭവം ഉണ്ടായി. ഇറ്റ് വാസ് നോട്ട് ദ ഫസ്റ്റ് മർഡർ ഹാപ്പനിങ് ഇൻ എ പെന്തക്കോസ്റ്റൽ ഫാമിലി. അത് ലാസ്റ്റ് ആയിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. എവിടെയാണ് ഒരു റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തു നിന്ന് കണ്ടത്? എങ്ങൊന്നുമില്ല. കാര്യം റിയാക്ഷൻ എടുക്കണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോലും ആർക്കും സന്നദ്ധതയില്ല. കാര്യം നമ്മൾ ചോദിച്ചു തുടങ്ങിയിടത്തേക്കാണ് വീണ്ടും വരുന്നത്. തുടങ്ങണമെങ്കിൽ നമ്മുടെ പല കീഴ്വഴക്കങ്ങളും ദൈവികമല്ലാത്ത ആത്മീക സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലാത്ത പല സമ്പ്രദായങ്ങളെ നമ്മൾ കൈവെക്കേണ്ടി വരും. അത് കൈവച്ചാൽ അത് പലർക്കും ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട്. പക്ഷെ അത് പെതുക്കെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ വരെ മാറി തുടങ്ങി അല്ലേ. അവർ 10 വർഷം മുമ്പ് എതിർത്തതിനെ അവരിപ്പോൾ പെതുക്കെ എന്താ പറയുക, നിങ്ങളുടെ സീപ്ലെയിൻ അല്ല ഞങ്ങളുടെ സീപ്ലെയിൻ, നിങ്ങളുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല ഞങ്ങളുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യം മാറാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങി കളയുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്ന പറഞ്ഞതുപോലെ ദൈവവചനത്തെ അതിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നത് മാറി, കാത്തിരിപ്പ് യോഗങ്ങൾ മാറി, ദൈവഭയം മാറി. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ സമ്പ്രദായങ്ങളും ആ ഓർഡർ ഓഫ് സർവീസും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ്റെ സഹോദരനോട് പറഞ്ഞത്, ആ ദേവദാസൻ്റെ ചർച്ചിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ ജനങ്ങളോട് പറഞ്ഞതിന് ആ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവർ ഇരുന്നാണ് ആരാധിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇരുന്ന് ആരാധിച്ചിട്ടുള്ളത് 2 പാട്ട് പാടി ഇരുന്ന് ആരാധിക്കുകയാണ് ഇതുവരെ ചെയ്തത്. അതുകൊണ്ട് എഴുന്നേറ്റ് ആരാധിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയത്തില്ല. അപ്പോൾ ആ നിലയിൽ എത്രമാത്രം ഞാൻ ആക്ച്വലി വേറെ ചർച്ച ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഇരിക്കുന്ന സ്ഥലം പോലും. ആ 3ാമത്തെ വരിയിൽ 4ാമതിരിക്കുന്ന സഹോദരി അല്ലെ സഹോദരൻ 10 വർഷമായിട്ട് 3ാമത്തെ വരി 4ാമതായിരിക്കുന്നത്. ആ സ്ഥലത്ത് പുള്ളി അന്ന് വന്നില്ലെങ്കിൽ വേറൊരാൾ കയറി ഇരിക്കത്തില്ല. പുള്ളി താമസിച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരാൾ അവിടെ കയറി ഇരുന്നാൽ പുള്ളിക്ക് പ്രയാസമാവും. ആ നിലയിൽ ഒരല്പം പോലും ഒരു മാറ്റത്തിന് തയ്യാറല്ലാത്ത കാര്യം, മാറാൻ ആവശ്യപ്പെടുന്ന ഒന്നും മെസ്സേജുകളിലും വരുന്നില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന, ഇരിക്കുന്നിടത്ത് നിന്ന് നിങ്ങളെ മേളിലോട്ട് ഉയർത്തുന്ന ഒരു ആത്മീയതയെക്കുറിച്ചാണ് പറയുന്നത്. അനുദിനം രൂപാന്തരപ്പെടുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് ആരും പറയുന്നുമില്ല, ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് അനുദിനം രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ അനുദിനം പഴകി ദ്രവിച്ച് നിർജ്ജീവമായി പോവുകയാണ് ചെയ്തത്. നമ്മൾ ഓരോ ദിവസവും തിന്നു കുടിക്കുന്നതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ശ്വാസം എടുക്കുകയും അങ്ങനെ ഹൃദയം പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഇതെല്ലാം നിലച്ച് കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ അഴുകി ദ്രവിച്ച് പിന്നെ അവസാനം മുടിയും പല്ലും മാത്രം ആകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം ഉള്ളിലില്ലാതെ ഈ യാന്ത്രികമായ കാര്യങ്ങൾ മാത്രം തുടരുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്.
ഒരു വ്യാപകമായ മടങ്ങിവരവ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഭാരമുള്ള ആത്മഭാരമുള്ള ദൈവദാസന്മാരോ ദൈവമക്കളോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മാറ്റം അവരായിരിക്കുന്ന പ്രാദേശിക സഭയിൽ ചെറുതായിട്ടെങ്കിലും അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. നിന്നുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടത്ര വലിയതെന്ന് പറയുന്ന പോലെ ഒരാൾക്ക് പോലും വെളിച്ചമില്ലാത്ത പ്രാദേശിക സഭകളെക്കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ആർക്കെങ്കിലും വെളിച്ചമുള്ള ഒരു പ്രാദേശിക സഭ ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് പറയാനായിട്ട് പറ്റുന്നത്. അതെ അതെ അത് തന്നെ. ശരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പുതിയൊരാൾ വരുമ്പം അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. അതൊരു നമ്മുടെ മനസ്സിലൊരു നമ്മൾ കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെന്റക്കോസ്റ്റലിസം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ്. താടി വളർത്തരുത്, മുടിക്ക് ലെങ്ത് ഇത്രയായിരിക്കണം, വെള്ള വസ്ത്രമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പക്ഷേ അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരും എന്ന് പറഞ്ഞേ നമുക്കറിയത്തില്ല അവരുടെ ലൈഫിൽ എന്തോ കടന്നു പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമുക്കറിയാം ഈ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയ്ക്കകത്ത് അത് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു കാര്യം അതാണ്. ഈ ചുങ്കക്കാരൻ പറഞ്ഞത് എന്താണ്, ഞാൻ അങ്ങോട്ട് വരാൻ പോലും യോഗ്യനൊന്നുമല്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ അങ്ങ് തരുക. നമുക്കറിയത്തില്ല ഇവരുടെ ലൈഫിൽ കൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്. ചിലപ്പം ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ഒരു ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എൻകൗണ്ടർ ആയിരിക്കും ചിലപ്പം ദൈവം അവിടെ ഒരുക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിന് ട്രഡീഷൻസ് പിടിച്ചുകൊണ്ടിരുന്ന് നമ്മൾ തടസ്സമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ്, ഈ നമ്മൾ ഒരിക്കലും ഒരുത്തൻ്റെ രക്ഷയ്ക്ക് തടസ്സമാകരുത്. നമ്മൾ ട്രഡീഷൻസ് വെച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരുവൻ്റെ രക്ഷയ്ക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മളത് പുനർവിചിന്തനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരിക്കലും മുമ്പേ പറഞ്ഞ പോലെ വിശുദ്ധി, വേർപാട്, ദൈവവചനം അതൊന്നുമല്ല അവിടെ പറയുന്നത്. അതല്ലാതെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പറയുന്ന പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിര്, അത് ദൈവഹിതത്തിനനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ, അത് ദൈവവചനത്തിന് വിരോധമായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് പൊളിച്ചെഴുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം സഭ എന്ന് പറയുന്നത് അപ്പച്ചന്മാരുടെയോ അല്ലെങ്കിൽ ആരുടെയോ സ്വത്തല്ല, കർത്താവിൻ്റെയാണ്. കർത്താവാണ് ഒരുവനെ രക്ഷയിലേക്ക് ആദായപ്പെടുത്തുന്നത്. അപ്പം ആ ഒരു ബോധം നമുക്കുണ്ടാകണം. കർത്താവിന് ഒരുവൻ്റെ ഹൃദയത്തെ, ലുദിയയുടെ ഹൃദയത്തെ ദൈവത്തിന് തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരുടെയും ഹൃദയത്തെ ദൈവത്തിന് തുറക്കാൻ പറ്റും. ആ ഒരു ഓപ്പൺനെസ് ദൈവം ഒരുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറിയിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ആ ചിന്താഗതി നമ്മൾ മാറ്റി വെക്കത്തുള്ളൂ. ശരിക്കും നമ്മൾ ദൈവവചന പഠനങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇന്നിപ്പം ഏത് വാക്യം എടുത്താലും നമുക്ക് അതിനകത്ത് നിന്ന് അനുഗ്രഹവും ആശീർവാദങ്ങളും ഒക്കെ ഉള്ളൂ. ഇപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ഉറപ്പിച്ചു വന്ന രക്ഷയെപ്പറ്റിയുള്ള പ്രസംഗമാണ് എബ്രാലേഖനത്തിൽ നിന്ന് പറയുന്നതെങ്കിൽ പോലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും മാത്രമേ പറയത്തുള്ളൂ. അതിന് താഴെയുള്ള രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ പറയത്തില്ല. കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പലരുടെ ഈഗോയെ നമ്മൾ ഹർട്ട് ചെയ്യുവാണ്. അപ്പം എല്ലാവരെയും സുഖിപ്പിക്കുന്ന അത്ഭുതവും അടയാളം ദൈവം പ്രവർത്തിക്കും മോനെ സൂപ്പറാണ് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിയുമ്പം ശരിക്കും അവിടെ ഇരിക്കുന്ന ജനത്തെ ആ ദൈവദാസൻ തന്നെ ചതിക്കുകയാണ്. രക്ഷയിൽ നിന്ന് അവരെ അകറ്റുകയാണ്. നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി പോരാടണം എന്നുള്ളതിനെ പറ്റിയുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ കയറുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കുന്നതിനെ പറ്റിയുള്ള ആ തോട്ട് പ്രോസസ്സുകളൊന്നും ഹൃദയങ്ങളിലോട്ട് കയറുന്നില്ല. അപ്പോൾ ശരിക്കും മുമ്പേ പറഞ്ഞ പോലെ വലിയൊരു ചേഞ്ച് ഫ്രം റൂട്ട് ടു ടോപ്പ് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യം. അതല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേൽക്കണം, ഇതിനെപ്പറ്റി ഇങ്ങനെയാണ്, ഇത് നമ്മൾ മാറി ഒക്കത്തുള്ളൂ എന്ന രീതിയിലേക്ക് ചിന്താഗതികൾ അല്ലെങ്കിൽ ചിന്താധാരകൾ ഉണ്ടാക്കി വെക്കത്തുള്ളൂ. ശരിക്കും വളരെ വിഷമമുണ്ട്. ചർച്ചകൾ ഇപ്പം കാനഡയിലാണെങ്കിലും പല ചർച്ചകൾ ഇപ്പം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആംഗ്ലിക്കൻ ചർച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. 1927 സ്റ്റാർട്ട് ചെയ്ത ഒരു ചർച്ചാണ്. വളരെ പഴയൊരു ചർച്ച്, നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ്. പക്ഷെങ്കിൽ ഇപ്പം അവിടെ കൂടി വരുവാൻ 27-28 പേരേ ഉള്ളൂ. 300-350 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം അവരത് ആ ചർച്ച വിൽക്കാൻ വേണ്ടി നടക്കുക. അവർ പല ചർച്ചകളുമായിട്ട് 3-4 ചർച്ചകൾ ചേർന്നിട്ട് ഒന്നിച്ച് പുതിയ ചർച്ചയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. സോ ശരിയാണ്, ഒരു കാലത്ത് സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് ഒത്തിരിയധികം മിഷണറികൾ വന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പക്ഷേ മുമ്പേ പറഞ്ഞ പോലെ കാലികമായിട്ടുള്ള വ്യതിയാനങ്ങൾ, ചേഞ്ചസ് നമുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാണ് പല ചർച്ചകളും വളരുമായിരിക്കും. പക്ഷേ യഥാർത്ഥ സത്യത്തിലാണോ വളരുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് മാറാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിന്ന് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ചർച്ചിനെ നമുക്ക് കൈത്താങ്ങൽ നൽകേണ്ടതും നമ്മുടെ അത്യാവശ്യമാണ്. ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ വന്നേ വെക്കത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ചരിത്രത്തിന് താളുകളിൽ ഇങ്ങനൊരു ചർച്ച ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പോകാൻ തക്കനിടയായി തീരും.
കാര്യം ഈ എന്താ പറയുക, നമ്മൾ പറയുന്ന ഈ കാടും മുള്ളും ഒക്കെ വെള്ളം ഒഴിക്കാതെയും വളരും, അത് വളർന്ന് കയറും. പക്ഷേ നല്ല ചെടികൾ നട്ടു വളർത്തണമെങ്കിൽ അത് വെള്ളം ഒഴിച്ച് പരിപാലിച്ച് അങ്ങനെ വളർത്തണം. ഇപ്പം ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ആക്ച്വലി ഗ്രോത്തിൻ്റെ പിന്നിലെല്ലാം ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രോത്തും അല്ല, പക്ഷേ ഏറെക്കുറെ ഇപ്പം കാണുന്ന പല റിവൈവൽ ചർച്ച് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ സീനായി മലയുടെ താഴ്വരയിൽ കാളക്കുട്ടിയുടെ മുമ്പിൽ ആൾക്കാർ ആരാധിച്ചതും യേശുവിൻ്റെ 5000 പേര് ഇതിലധികം അപ്പം കഴിച്ചിട്ട് ഉപദേശം പറഞ്ഞു തുടങ്ങിയപ്പോൾ പിരിഞ്ഞു പോയ ആ കൂട്ടങ്ങളൊക്കെയാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന റിവൈവൽ അല്ലെങ്കിൽ ചർച്ച് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ഒരു ക്രൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിന്മ വളരാനായിട്ട് ഇപ്പോൾ എല്ലായിടത്തും, ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ലഹരി ഉപയോഗം, ഇവിടെയും നാട്ടിലും എല്ലാം ക്യാമ്പസുകളിലൊക്കെ ലഹരിയുടെ ഉപയോഗം കൂടുന്നത് തിന്മയായിട്ടുള്ളതിനാണ് കൂടുതൽ വാസന ആൾക്കാരുണ്ടാകുന്നത്. കസ്റ്റമേഴ്സ് കൂടുതലുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് അർത്ഥമില്ല. പക്ഷേ ഇപ്പുറത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കൂടുതൽ കേസുകൾ മനസ്സിലാക്കുന്നത് പേരൻസിൻ്റെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാത്ത കേസുകളിലാണ് പല കുഞ്ഞുങ്ങളും അബ്യൂസിനിരയായി തീരുന്നത്, തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, ഡ്രഗ് അബ്യൂസിലേക്ക് പോകുന്നു. ഇതേപോലെ തന്നെ ലോക്കൽ ചർച്ചുകളും പേരൻസും സ്പിരിച്വലി കുഞ്ഞുങ്ങളെ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് ദുരുപദേശ സഭകളൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ എക്സ്റ്റേണൽ ആഭരണത്തിൻ്റെയും പിന്നെ വെള്ളയുടെയും കാര്യമൊക്കെ പറഞ്ഞ് അത് പിതാക്കന്മാരിട്ട് അതിരാണ്, അത് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ലെന്നൊക്കെ പറയുന്നെങ്കിലും അത് മാത്രമല്ല, ഞാൻ 2-3 കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് വേഗത്തിലൊന്ന് പറയാം. അതൊന്ന് ജാതിയുടെ ഒരു വിഷയമുണ്ട്. പല ചർച്ചകളിലും ഒരാൾ പുതുതായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ദേവദാസന്മാർ ആത്മഭാരത്തോടുകൂടെ പരസ്യോഗങ്ങളും തെരുവ് സുവിശേഷീകരണമൊക്കെ നടത്തുന്നുണ്ട്. ചിലർ അവർ നടത്തുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ സുവിശേഷം അറിയിച്ചിട്ട് ആ സുവിശേഷം കേട്ട് ഒരാൾ ട്രാക്റ്റ് മേടിച്ച് ട്രാക്റ്റിലെ അഡ്രസ്സ് കണ്ട് ചർച്ചിൽ വന്നാൽ ചർച്ചിലെ ചിലരെങ്കിലും അവരുടെ ജാതിയെക്കുറിച്ച് കൺസേൺ ഉണ്ടാകും. ഇവരേത് ജാതിയാണ്, നമുക്ക് നമ്മുടെ കൂടെ കൂടാൻ പറ്റിയ ജാതിയാണ്, ആ ജാതിയിലുള്ളവർ നമ്മുടെ ചർച്ചിലില്ല, ഇങ്ങനെ ഒരാളിനെ നമ്മൾ എൻട്രി കൊടുത്താൽ നാളെ ഈ ജാതിക്കാർ കുറേ പേര് വരും, അങ്ങനെയാണെങ്കിൽ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി അവിടെ കിടപ്പുണ്ട്. സാമ്പത്തികമായ ചിന്താഗതിയുണ്ട്. ഈ ആൾ നമ്മുടെ കൂടെ വന്നാൽ നമുക്ക് ആദായമാണോ അതോ നമുക്ക് ചിലവാണോ? ഇപ്പോൾ സാമ്പത്തിക പരാധീനതകളുള്ള, ഇപ്പോൾ ഭർത്താവ് മരിച്ച് 2 കുഞ്ഞുങ്ങളുള്ളൊരു സ്ത്രീ സുവിശേഷം കേട്ടിട്ട് പിന്നെ ഈ തെരുവ് പ്രസംഗം കേട്ട് യേശു സമാധാനം നൽകും, സന്തോഷം നൽകും എന്ന് പറഞ്ഞ് ചർച്ചിലേക്ക് വന്നാൽ ഈ ആൾ നമ്മുടെ ചർച്ചിൻ്റെ കൂടെ കൂടിയ നാളെ പെമ്പിള്ളാരും കൂടെ ആണെങ്കിൽ നാളെ ഇവരുടെ കാര്യത്തിന് നമ്മൾ ചിലവാക്കേണ്ടി വരും, ബാധ്യതയാകുമെന്ന് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് അവിടെ കിടപ്പുണ്ട്. പിന്നെ പല ചർച്ചകളും 2-3 ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്, ഒരുമിച്ച് ഹാളിനകത്ത് ഇരിക്കുന്നെങ്കിലും. അപ്പം ഒരാൾ പുതുതായിട്ട് വരുമ്പം ചിന്തിക്കുന്നത് ഇയാൾ ഏത് പക്ഷം ചേരുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഒരാൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് ഇത്രയും പാടില്ല, പക്ഷേ ഒരാൾ ഒരു ചർച്ചിനകത്ത് വന്നിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത്രയും ഡിഫിക്കൽട്ടാക്കി നമ്മൾ ചർച്ചിൽ കയറുന്നത് ഇമ്പോസിബിൾ ആക്കിയിട്ട് ന്യൂ ജനറേഷൻ ചർച്ചുകൾ വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മളാണത് തടഞ്ഞു കളഞ്ഞത്. കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുന്നുമില്ല, നിങ്ങൾ കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നുമില്ല. ഇപ്പോഴും പിന്നെയും നമ്മൾ ഈ വർത്തമാനം എല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ആ അടിസ്ഥാന ഉപദേശങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നത് കൊണ്ട്, ഈ മുകളിൽ പണിഞ്ഞ പലതും തെറ്റായ പണികളാണെങ്കിലും ഒരു പൊളിച്ചു പണിയാൻ ഇനിയും സാധ്യത അവശേഷിക്കുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിൽ അവശേഷിക്കുന്നതുകൊണ്ടും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആ അടിസ്ഥാനങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട്. ആ അടിസ്ഥാനങ്ങളെ നാളെ പെന്തക്കോസ്ത് സമൂഹം തള്ളി പറഞ്ഞാൽ പിന്നെ നമ്മളവിടെ പറഞ്ഞിട്ട് കാര്യവുമില്ല. രക്ഷാസ്നാനം, പരിശുദ്ധാത്മ സ്നാനം തുടങ്ങി ഉള്ള യഥാർത്ഥ അടിസ്ഥാനം അവിടെ നിൽക്കുന്നത് കൊണ്ടും യഥാർത്ഥ ഉപദേശം, പൂർണ്ണ ഉപദേശം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാനെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അതില്ലാത്തൊരു കാലം വരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. കാരണം ഒരു ശരിയായ ഉപദേശത്തിലുള്ളൊരു പ്രസംഗം ആരെങ്കിലും വന്ന് അബദ്ധത്തിൽ എന്ന് വേണേൽ പറയാം, അറിയാതെ വിളിച്ചു പോയിട്ട് വന്ന് വല്ലതും പ്രസംഗിച്ച് ഉപസംഹാരം പറയുന്ന ദൈവദാസൻ അത് കേൾക്കുമ്പോൾ ജനത്തിനുണ്ടാകുന്ന പോരായ്മ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും അവർ സാധാരണ കേൾക്കാറുള്ള ആ ഒരു എന്താ പറയുക, മാനിക്കുന്ന, ഉയർത്തുന്ന, വിടുവിക്കുന്ന, വാതിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അടിച്ചിളക്കി ആൾക്കാരെ വീണ്ടും സമാധാനിപ്പിച്ച് പൊത്തിവിടുന്ന ഒരു രീതി പലയിടത്തും കാണാറുണ്ട്. അപ്പോൾ ഇപ്പം നിഷേധിക്കുന്നില്ലെങ്കിലും, സത്യമായതുകൊണ്ട് നിഷേധിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഉപദേശത്തിനും ഉണ്ട്. അത് നമുക്ക് ഉപദേശം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോഴും അങ്ങനെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് മേക്സ് മോർ ഡിഫിക്കൽട്ട്. സാഹചര്യം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണുള്ളത്. എന്നാൽ ഓരോ സൺഡേ സ്കൂൾ ടീച്ചറിനും, ഓരോ യൂത്ത് സെക്രട്ടറിക്കും, ഓരോ പാസ്റ്റർക്കും, ഓരോ വിശ്വാസിക്കും ചിലതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചിലതൊക്കെ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരും അവരുടെ നിയോഗം തിരിച്ചറിയുക,
ദൈവവചന ധ്യാനത്തിലേക്ക് മടങ്ങി വരിക. ദൈവവചന ധ്യാനവും ഞാൻ ഒത്തിരി പല പല രീതിയിൽ ചിന്തിച്ച് നോക്കി, എൻ്റെ പേഴ്സണൽ ലൈഫും വെച്ചിട്ടും പല അറ്റംപ്റ്റ്സ് നടത്തിയിട്ട്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും നമ്മൾ അവഗണിച്ചുകൊണ്ടിരിക്കും തോറും നമ്മൾ അനാത്മികരായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വയം വിമർശനം, ഇപ്പോൾ വേറെ ആരും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നില്ല. വാസ്തവമായിട്ട് നമ്മൾ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുന്നേറുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ശരിയായ ട്രാക്കിൽ നയിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ശരിയായ ട്രാക്കിലല്ലെന്നുള്ളതിന് പ്രത്യേകിച്ച് ഇനി ഒരു പ്രവാചകനെ വിളിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് ഓരോ വിശ്വാസിയും കയറി തുടങ്ങിയാൽ ദൈവം സഭയെ വീണ്ടും പണിയും. പക്ഷേ അത് വ്യക്തിപരമായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിലേക്ക് മടങ്ങി വരാൻ നമുക്ക് മനസ്സിലാകുന്നവരോട് പറഞ്ഞാൽ ഏറ്റെടുക്കുന്നവരോട് പറയാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതെ അതെ അതെ, ആകമാനം ചേഞ്ച് ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. ഒരിക്കലും ദൈവവചനം ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണെന്നുള്ള ചിന്തയിൽ നിന്ന് മാറി ദൈവവചനമാണ് നമ്മുടെ ലൈഫിന് ആധാരമാണെന്നുള്ള കാര്യത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിലൊക്കെയാണ് നോക്കുമ്പോൾ ന്യായപ്രമാണം ഇല്ലാതെ പോയി, പിന്നെ തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കും രാജാവ് അത് വായിച്ചിട്ട് വസ്ത്രം കീറുകയാണ്. അപ്പം ആ രീതിയിലേക്ക് വചനം മാനിക്കുന്ന, ഉയർത്തുന്ന, അതിനേക്കാൾ അപ്പുറമായിട്ട് നിത്യതയിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള പ്രസംഗങ്ങൾ വരുമ്പോൾ ശരിക്കും മാനസാന്തരങ്ങളാണ് സഭയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹൃദയനുറുക്കങ്ങളുണ്ടാകും. ശരിക്കും ദൈവത്തിൻ്റെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലോട്ട് ഒന്നുകൂടെ ആഴ്ന്നിറങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുക, കേൾക്കുന്ന വചനങ്ങളെല്ലാം മുമ്പേ നമ്മൾ കേൾക്കുന്ന പോലെ ബി ലൈക്ക് ബെരേൻസ്, ബെരവയിലുള്ള വിശ്വാസികളെ പോലെ ഇത് നമ്മൾക്ക് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇതും കൊണ്ട് എനിക്കെന്താണ് ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ, നമ്മളൊരു മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടിയല്ല വന്നത്, നമ്മൾ നാളെ ജോലി കിട്ടുന്നതിനെ പറ്റി അല്ല കേൾക്കാൻ വന്നത്, നിത്യത നഷ്ടമാകരുതെന്നുള്ള അതാണ് മെയിൻ ഫോക്കസ് എന്നുള്ള രീതിയിലേക്ക് നാം വരുമ്പോഴാണ് ശരിക്കും വചനം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ശരിയാണ്, വചനം പഠിക്കാനുള്ള ആഗ്രഹവും വചനം പഠിപ്പിക്കുവാനുള്ള ചില ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ശരിക്കും ട്രഡീഷൻസിനേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് സഭാ വളർച്ചയും അതല്ലെന്നുണ്ടെങ്കിൽ മാനസാന്തരങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില മതിലുകളൊക്കെ മാറി ആ ഒരു ഓപ്പൺനെസ് നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടാകത്തുള്ളൂ എന്ന് നാം മനസ്സിലാകത്തുള്ളൂ.